was made for this. Yeah, yeah. I was made for this. I was made for this. Oh yeah. Oh yeah. You think you need proof that our love is true, but nothing you do, only you. Slow down, stop running in circles. I know you're never gonna let go. Lie still, just hold me now. My heart's in your hands. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞു പറയുമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ തരത്തിൽ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കാനായിലെ കല്യാണ വിരുന്ന്. 3-ാം ദിവസം കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. ചക്കരമധുരം കൊടുക്കട്ടെ, ചക്കരമധുരം കൊടുക്കട്ടെ, ചക്കരമധുരം കൊടുക്കട്ടെ. അന്ന് മൊത്തം I can't see through the windows, I can't hear through the walls, but I can't live in the middle, afraid of it all. I just need to feel the sun against my skin.
been fighting with the rivers and angered by the storms, but I can see the flicker from underneath the door. I'm ready for a life where nothing holds me back. Oh, it's all that I need. Surrounded by the promises I know I have, where my heart can breathe again. അത്യുന്നത ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സർവ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കുക എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ഗിഫ്റ്റിയെയും സ്റ്റാലിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായി ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പെ, ദേവപിതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖന്മാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. മകനെ, മകളെ, അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
Thy name, oh Jesus, is by me night and day. Thy name is love and ever saving light my way. Oh hallelujah, hallelujah, Lord. Jesus be there when my boat is sailing on the sea. Jesus be there for me when I'm dismayed and down. By your name on high I'm saved and healed. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ നീ ദാസരെ നിർമ്മിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ ഭൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവർ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറ
നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാണ്. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സായിത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവേ, ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് സിറിയയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിറപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശ്രമിച്ചാൽ വിശുദ്ധ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരാകുകയും വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാവുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥൻ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലത്തിന്റെ പാത്രമാണെങ്കിലും ജീവിതദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്.
ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായേ സ്തുതി. 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്ന് വിവാഹിതരാകുന്ന സ്റ്റാൻലിക്കും ഗിഫ്റ്റിക്കും ഈ നല്ല ദിനത്തിലെ മംഗളങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആശംസിക്കുകയാണ്. ഞാനിവിടെ മുൻപ് 10 വർഷം മുൻപ് വികാരിയായിരുന്നു. അന്ന് ഗിഫ്റ്റിയുടെ കുടുംബം പള്ളിയോട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചിരുന്ന കുടുംബങ്ങളിലൊന്നാണ്. ഗിഫ്റ്റിയാണെങ്കിൽ അന്ന് ഹോട്ടൽ ഗേൾസ് ഉണ്ടായിരുന്നു. ഹോട്ടൽ ഗേൾസിലെ അംഗമായിരുന്നു, സജീവമായിട്ടുള്ള അംഗമായിരുന്നു. എല്ലാ പരിപാടികളും, പള്ളിയിലെ എല്ലാ പരിപാടികളും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഈ നല്ല ദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. 2-3 കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പരിശ്രമിക്കുക. ഒന്നാമതായിട്ട് പ്രാർത്ഥനയിൽ മാന്യം വരുത്താതിരിക്കുക. കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ. ഇപ്പോൾ നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്ന സുവിശേഷ ഭാഗം കാനായിലെ കല്യാണ വിരുന്നാണ്. അവിടെ ഈശോയും ഈശോയുടെ അമ്മ പരിശുദ്ധ കന്യാമറിയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെ കുറവുകൾ നിറവുകളാക്കി മാറ്റാനായിട്ട് സാധിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലും എപ്പോഴും അഭിവൃദ്ധിയും സന്തോഷവും ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷേ ചില സമയത്ത് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഈശോയും മാതാവൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മറികടക്കാനും കൂടുതൽ നന്മയുണ്ടാകാനും അതുമൂലം സാധിക്കും. രണ്ടാമതായിട്ട് പരസ്പരം എളിമപ്പെടുക എന്നുള്ളതാണ്. ഞാൻ എന്നുള്ള ഭാവം വിട്ടുകൊണ്ട് നമ്മൾ എന്ന ഭാവത്തിലേക്ക് വളരാനായിട്ട് പരിശ്രമിക്കുക. അത് തന്നെയാണ് വിവാഹത്തിൻ്റെ സന്തോഷവും സമാധാനവും. അടുത്തതായിട്ട് 3-ാമതായിട്ട് പരസ്പരം വില കൊടുക്കുക എന്നുള്ളതാണ്. പരസ്പരം ജീവിത പങ്കാളിക്ക് വില കൊടുക്കുക. ഗിഫ്റ്റിക്ക് വില കൊടുക്കുക. മാത്രമല്ല കുടുംബാംഗങ്ങളും ചേരുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. കുടുംബാംഗങ്ങൾക്കും വില കൊടുക്കുക. ഗിഫ്റ്റിക്ക് ഇനി അവിടെ ചെല്ലുമ്പോൾ മാതാപിതാക്കന്മാർ സ്റ്റാൻലിയുടെ മാതാപിതാക്കന്മാരാണ്. അവർക്കൊക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വില കൊടുക്കാനായിട്ട് പറ്റട്ടെ. സ്റ്റാൻലിക്ക് അങ്ങനെ തന്നെയാണ്. പെൺകുട്ടികൾ കൂടുതലുള്ളത് കൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി കുറച്ചുകൂടി കാര്യമായിട്ട് ഗൗനിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം നന്മയെ നേരുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാം. ശ്രദ്ധാപൂർവം തിരുവചന ഭാഗം നമുക്ക് ശ്രവിക്കാം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ സഹായിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിന് ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഞങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം
ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിവാഹം വലിയ സമയമാണ്. രണ്ടുപേരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. സ്റ്റാൻലി, വിശുദ്ധായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഗിഫ്റ്റിയെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഗിഫ്റ്റി, വിശുദ്ധായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സ്റ്റാൻലിയെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷിയുടെ രണ്ടുപേരും സാക്ഷിയായി. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണെന്ന് രണ്ടുപേരും ചെയ്യുന്നു. നിങ്ങൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടിയുടെ ഭാഗമായി വലുത് ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. താലി വെച്ചിരിപ്പ്. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിസ്ഥിതിയായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരം വെച്ചിരിപ്പ്. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മന്ത്രകോടി വെച്ചിരിപ്പ്. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ സമർപ്പണവും പരസ്പര സ്നേഹവും വഴി ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ യൗസേപ്പിതാവും കന്യാംബികയും
ഓമൽ സുതനാമീശോയും യൗസേ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുറിച്ച് ആശീർവാദം ചെയ്യുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടെ നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധീകരണമാക്കി നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. Thank you.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെയും വലങ്കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും പുരോഹിത കുടുംബത്തിന്റെ നായകനായ യോസേപ്പിതാവിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദാശിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായ പരിശുദ്ധാത്മാവിനാലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യങ്ങളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായി നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ. നവദമ്പതികളായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഏതൻ തോട്ടം നട്ടോനേ, നീയാണിൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാളാ നീതി ഞാൻ നാഥാ, ഞാൻ നിൻ മണവാട്ടി. നീയാണിൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം.
കുറച്ച് പേരെങ്കിലും അറിയാത്തവരുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ഒഫീഷ്യലി ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ചെക്കൻ സ്റ്റാൻലി പൗലോസ് ഫ്രം കളപ്പറമ്പിൽ ഹൗസ്, who completed his hotel management from Chawla Institute, Kochi, and working in Qatar. നമ്മുടെ പെണ്ണ് ഗിഫ്റ്റി വർഗീസ്, who from Karan House, who completed her BSc Nursing from Mothers College of Nursing, Thrissur. അപ്പോൾ ഇന്നത്തെ ഈ അനുഗ്രഹ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമാണല്ലോ. അപ്പോൾ നമുക്ക് അടുത്തതായി സ്റ്റാൻലി സാറിന്റെ പേരൻസിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ പൗലോസ് ആൻഡ് ലിസി പൗലോസ്, ഒപ്പം ചേട്ടൻ്റെ ചേച്ചി സ്റ്റെഫി ജിസിൻ ആൻഡ് ഹർ ഹസ്ബൻഡ് ജിസിൻ, അവരുടെ മക്കളായ സിയാന ജിസിൻ ആൻഡ് ലിയാന ജിസിൻ. അടുത്തതായി ഗിഫ്റ്റിയുടെ ഫാമിലിനെയാണ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അച്ഛനെയും ആന്റിനെയും ആദ്യമായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ഗ്രാസിയ, ഗ്രേസ് ആൻഡ് ഗ്ലോറിയ. ക്രിസ്തീയ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് എല്ലാ ശുഭകാര്യങ്ങളും പ്രാർത്ഥനയോടെയാണല്ലോ ആരംഭിക്കുന്നത്. ദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. So I request the bride and groom please forward to continue. ഇന്നത്തെ ഈ ദിവസം കൂടുതൽ മനോഹരമാക്കാൻ നമുക്കൊരു മധുരം കൂടി ആയാലോ? കേക്ക് കട്ട് ചെയ്യാൻ ഞാൻ ഗിഫ്റ്റിനെയും സ്റ്റാൻലി ചേട്ടനെയും ക്ഷണിക്കുകയാണ്.
അപ്പോൾ ഈ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞാൽ വിക്കിയുടെ കസിൻസും നെയ്ബേഴ്സും ഒക്കെ കൂടി ഒരു ഡാൻസ് ചെയ്യുന്ന ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
one that I found. Sola vanda solitepo. Why didn't you tell me enough? Sola vanda solitepo. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am. All through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. Walking down the way that I found. இந்த உலகம் நான் சுத்த வேண்டும். Faces with smiles all around. இந்த வானம் நான் பார்க்க வேண்டும். I'll run free into the sea. World and me don't even know what I will find. Let me go passing by. Let me go, come back in time. Let me be who I am. All through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. We don't talk anymore. We don't talk anymore. We don't talk anymore like we used to do. We don't love
clothes you're wearing tonight. If he's giving it to you just right, the way I did before. I overdosed, should've known your love was a game. Now I can't get you out of my brain. Oh, it's such a shame that we don't talk anymore. We don't talk anymore. We don't talk anymore like we used to do. We don't love anymore. What was all of it for? Oh, we don't talk anymore like we used to do. We don't talk anymore. The way I did before. We don't talk Oh, it's such a shame that we don't talk anymore. ഇനി ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞ ഭക്ഷണം കഴിക്കാനില്ല. ചേട്ടനും വളരെ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്തു. ഞങ്ങളുടെ 17th ബാച്ചിൻ്റെ പേരിൽ പ്രത്യേക വിഷ് ചെയ്തു. right now. Yeah, I need you right now. So don't let me
losing my mind now. It's in my head, darling. I hope that you'll be here when I need you the most. So don't let me, don't let me, don't let me down. Don't let me down. Yeah, don't let me down. Yeah, don't let me down. Don't let me down. So don't let me down. Don't let me down. Don't let me down, down, down. നിങ്ങൾക്ക് സമാധാനം. അങ്ങേക്കും സമാധാനം. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് ശിംശയുടെ സുവിശേഷം. മണവാളനെ എതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകകൾക്ക് സദൃശ്യമാകുന്നു സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണയെടുത്തില്ല. വിവേകമതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവേൻ. കന്യകമാരെല്ലാവരും ഉണർന്നെണീറ്റ് വിളക്കുകൾ ഒരുക്കി നിന്നിരുന്നവർ അദ്ദേഹത്തോടൊപ്പം മംഗല്യാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹമെന്ന കുദാശയിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ പിതാവായ ദൈവമേ, വിവാഹമെന്ന കുദാശയിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്നതുപോലെ ഞങ്ങളെ സഭ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരാമം ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്തിമ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അനുഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ നേരിടേണ്ടായിരിക്കാനുള്ള അനുഗ്രഹങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സമയത്തിൻ്റെ നാഥാർന്നേക്കും.
തമ്പുരാനെ വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമാണ്. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പു മാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ, കേഴുവാത്മാവിലാശ വീശുന്ന മോഹനാം ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞു മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Marriage is the fusion of two hearts, a harmony of two souls, and the union of two families. 2024 April 1st. അതായത് ഇന്ന് നമ്മൾ എല്ലാവരുടെ കൂടിയിരിക്കുന്നത് സ്റ്റാലിനും ഗിഫ്റ്റിയും വിവാഹ ജീവിതം ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഇന്ത്യയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അവർക്ക് വിവാഹത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. എന്നിട്ട് നമ്മുടെ ഷൈനിങ് സ്റ്റാർസ് ആയ സ്റ്റാലിൻ ചേട്ടനെയും ഗിഫ്റ്റിയെയും നമുക്ക് സ്റ്റേജിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇൻവൈറ്റ് ചെയ്യാം. So let's welcome Mr. Stalin and Mrs. Gifty. ഇവരുടെ രണ്ടുപേരുടെ പ്രസൻസ് സ്റ്റേജിലുണ്ടെങ്കിലും നമ്മുടെ സ്റ്റേജ് ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആണ്. വൈ? ബിക്കോസ് മാരേജ് ഇസ് ദ യൂണിയൻ ഓഫ് ടു ഫാമിലീസ്. സോ നമുക്ക് ഇവിടെ ഫാമിലീസിനെയും കൂടെ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റേജ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ സ്റ്റാലിൻ ചേട്ടൻ്റെ ഫാമിലിയായ പൗലോസ് അങ്കിളിനെയും ലിസിയാൻഡിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്റ്റാലിൻ ചേട്ടൻ ഒരു സിസ്റ്ററും കൂടി ഉണ്ട്, സ്റ്റെഫി ജീസനെയും ജീസൻ ചേട്ടൻ്റെയും അവർക്ക് രണ്ട് പിള്ളേരായ സിയാന ജീസിനെയും ലിയാന ജീസിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പം നമ്മുടെ ഒരു സ്റ്റേജ് ഒരു 50% കംപ്ലീറ്റ് ആണ്. ബാക്കി 50 കൂടെ നമുക്ക് വേണ്ടേ? അല്ലെങ്കിൽ ചക്കര ഗിഫ്റ്റ് നമ്മളോട് പിണങ്ങും. അപ്പോൾ നമുക്ക് ബാക്കി 50% കൂടെ കംപ്ലീറ്റ് ആക്കാൻ ഗിഫ്റ്റിയുടെ പേരൻസും കൂടെ അനിവാര്യമാണ്. അപ്പോൾ മിൻശേഷിനെയും വർഗീസേട്ടനെയും അതുപോലെ തന്നെ ഗിഫ്റ്റിയുടെ 3 സിസ്റ്റേഴ്സായ ഗ്രാസിയ വർഗീസിനെയും ഗ്രേസ് വർഗീസിനെയും ഗ്ലോറി വർഗീസിനെയും ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്.
വൈകാതെ ചടങ്ങുകളിലേക്ക് കിടക്കാം. എല്ലാത്തിന്റെയും ആദ്യപടിയായി നമ്മൾ ചെയ്യാറുള്ളത് ദീപം തെളിയിക്കലാണ്, ക്യാൻഡിൽ ലൈറ്റനിങ്. ഇനി അങ്ങോട്ടുള്ള ഇവരുടെ ജീവിതം പ്രകാശപൂർണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തിരി തെളിയിക്കാം. Everyone needs compassion, a love that's never failing. Let mercy follow me. And everyone needs forgiveness, the kindness of a Savior, the hope of nations. നെക്സ്റ്റ് വരുന്നത് കേക്ക് കട്ടിംഗ് സെറിമണിയാണ്. ജീവിതത്തിലെ മധുരം ഒരുമിച്ച് നുകർന്നുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലും ജീവിതത്തിലെ സന്തോഷം ഒരുമിച്ച് ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. The weight of your hands in mine, your eyes the truest sign. You see straight to the depths of me. Our hearts beat the loudest sound as the world's spinning round. And I have everything I need when I'm with you. ജീവിതത്തിലെ ദുഃഖവും സന്തോഷവും സങ്കടങ്ങളും എല്ലാം ഒരുമിച്ച് ഏറ്റെടുത്തു കൊള്ളാമെന്ന് പ്രോമിസ് ചെയ്തവരാണിവർ. ജീവിതത്തിലുടനീളം സന്തോഷവും സങ്കടങ്ങളും എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്ത് ഇവർക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വൈൻ ഷെയർ ചെയ്യാം. കൊണ്ട് നമുക്ക് കളഭം ചേർത്താം. കളഭം എടുത്തു കൊടുക്കാൻ ജീസൻ ചേട്ടനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് വരുന്നത് കുങ്കുമം ചാർത്തുന്ന ചടങ്ങാണ്. ദീർഘസുമംഗലിയായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്റ്റാലിൻ ചേട്ടൻ ഗിഫ്റ്റിക്ക് കുങ്കുമം ചാർത്തി കൊടുക്കുന്നു. You're everything to me, everything to me. You're everything to me, my love. You're everything to me, everything to me. You're everything to me, my love. Tell me your dreams, tell me all you'll ever need. You are the reason I believe. Every moment a promise I keep. Forever isn't long enough when I'm with you. When I'm with you. When I'm with you.
ഇനി വേറൊരു ചെറിയ ടാസ്ക്കാണ്. നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങൾ വേണം, അല്ലേ 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 ഗിഫ്റ്റി? അപ്പോ ആദ്യം ഇതിപ്പോ സ്റ്റാലിൻ ചേട്ടനല്ലേ ചെയ്തേ, ഗിഫ്റ്റി പറയട്ടെ. സ്റ്റാലിൻ ചേട്ടനെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് ഗിഫ്റ്റി സ്വീകരിക്കാനുള്ള 3 കാരണങ്ങൾ. എന്താ പറയാ, ഒരാളുടെ സംസാരിക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. എപ്പോഴും ഒരു എളിമ ഉള്ള ഒരു ടൈപ്പാണ് ആള്. അതെനിക്ക് ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ടത്. കമ്മ്യൂണിക്കേഷൻ, ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയും 2 എളിമയുള്ള ആളാണ്. ആരോടായാലും ആരോടായാലും നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ്. ആർക്കും വിഷമങ്ങളൊന്നും ഉണ്ടാക്കാൻ നോക്കില്ല, എല്ലാവരും ഹാപ്പി ആക്കാൻ നോക്കണം. അപ്പം അതുകൊണ്ട് എനിക്കിഷ്ടം. സ്റ്റാലിൻ ചേട്ടൻ്റെ ക്വാളിറ്റി നമ്മൾ കേട്ടു, ഗിഫ്റ്റിയുടെ ക്വാളിറ്റിയും കൂടെ നമുക്ക് കേൾക്കണ്ടേ? അപ്പൊ അതുപോലെ തന്നെ സ്റ്റാലിൻ ചേട്ടൻ ഗിഫ്റ്റിനെ ഇഷ്ടപ്പെടാനുള്ള 3 ക്വാളിറ്റി പറഞ്ഞോളൂ. പ്രത്യേകിച്ചൊന്നുമില്ല, ആത്മാർത്ഥത മാത്രമാണ് ഞാൻ അവിടെ നിന്ന് കണ്ടത്. ചുണ്ടടിപ്പിച്ച എല്ലാവരും കേൾക്കും. ആത്മാർത്ഥയുണ്ട് കൂടുതലും, പിന്നെ സ്നേഹം, ആളുകൾ കൂടുതൽ സ്നേഹം. പിന്നെ ഇതേപോലെ അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ, അത്ര കൂടുതലൊന്നുമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ചെറിയ ടാസ്കും കൂടി ഉണ്ട്. ഗിഫ്റ്റ് നന്നായി ഡാൻസ് കളിക്കുന്നതാണ് നമുക്കുള്ള കേട്ടറിവ്. കേട്ടറിവ് മാത്രമല്ല, ഉച്ചയ്ക്ക് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇന്ന് സ്റ്റാലിൻ ചേട്ടനും ഗിഫ്റ്റും കൂടെ നമുക്ക് ചെറിയൊരു ഡാൻസ്. मेरे साथ सदा
crashed my car the other day. Too busy thinking about your face, even though I just saw you yesterday. Yeah, it's a hazard to my health. I don't do nothing for myself. You made me turn up late for work again. Ooh, yeah. I'm talking about you, yeah. To all of my friends left the room, yeah. They won't go back. Oh, I hate how much I love you, and I hate how much I care. I spend all of my money and all my time, 'cause I hate, I love, I do. I hate how much I love you. Yeah, I hate how much I love you. I hate how much I love you. I emptied out my bank account just so that I could take you out to somewhere that you've never been before. And I told my friends 1,000 lies so I could be with you tonight. They don't believe a word I say no more. Ooh, yeah. I'm talking about you, yeah. I told myself I wouldn't fall, but I broke my own. Ooh, yeah. I can't come back. Oh, I hate how much I love you, and I hate how much I care. I spend all of my money and all my time, 'cause I hate, I love, I do. I hate how much I love you. Yeah, I hate how much I love you. I hate how much I love you, yeah. When you're not around me, I swear I got nothing to do, yeah. It's making me wonder what I did before I had you, yeah. I can't go back. Oh, I hate how much I love you, and I hate how much I care. I spend all of my money and all my time, 'cause I hate, I love, I do. I hate how much I love you. Yeah, I hate how much I love you. 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 Maybe it's the way you say my name. Maybe it's the way you play your game. But it's so good. I've never known anybody like you. But it's so good. I've never dreamed of nobody like you. And I've heard of a love that comes once in a lifetime, and I'm pretty sure that you are that love of mine.